മക്കളെ. യെസ്, അപ്പൊ നമ്മുടെ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞു. ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാം, എന്നിട്ട് നമ്മുടെ ബോർഡ് എക്സാമിന് വേണ്ടി പഠിക്കാന്ന് വിചാരിക്കുമ്പോഴേക്ക് ഇതാ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളോട് പറയാൻ തുടങ്ങി നമ്മുടെ എന്ത് എക്സാം ആണ് വരാൻ പോകുന്നത്? പ്രാക്ടിക്കൽ എക്സാം ആണ് വരാൻ പോകുന്നത് അല്ലെ. അപ്പൊ എനിക്ക് തോന്നുന്നു മിസ്സേ, അതായത് ഈ പ്രാക്ടിക്കൽസിന്റെ മോഡൽ പല സ്കൂളിലും നടന്നു കഴിഞ്ഞു, ചിലര് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് പല സ്കൂളിന്റെ കൺവീനിയൻസ് അനുസരിച്ച് മാറും. പക്ഷെ എന്തായാലും ഏകദേശം ഒരു 20-ാം തീയതി, അതായത് നമ്മുടെ ജാനുവരി 20 മുതലാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? പ്രാക്ടിക്കലിന്റെ മെയിൻ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ. ഓരോ സ്കൂളിലും ഓരോ ദിവസങ്ങളായിട്ടായിരിക്കും നടത്തുന്നുണ്ടായിരിക്കും. എല്ലാ സ്ഥലത്തും ഒരേപോലെയാണ് നിർബന്ധമില്ല. അപ്പൊ എന്തായാലും പ്രാക്ടിക്കലി നിങ്ങൾ പൊതുവെ ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ നിങ്ങളിപ്പോ മോഡലിനായിട്ട് പഠിച്ചവരുണ്ടാവും, കുറച്ച് പേര് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്തായാലും പ്രാക്ടിക്കൽ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ടതായിട്ടുണ്ട്. കാരണം പ്രാക്ടിക്കലിന് എത്ര മാർക്ക് ഉണ്ട്? സെയിം 20 മാർക്കാണ് എന്ത് പ്രാക്ടിക്കൽ എക്സാമിനുള്ളത്. വലിയ മാർക്കാണ്, കാരണം നമ്മൾ A+ലേക്കുള്ള മാർക്ക് തന്നെയാണല്ലോ ഇതും. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ പറയുകയാണെങ്കിൽ 2 മാർക്കാണ് നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് സമയം ചെലവാക്കി വരച്ചോണ്ടിരിക്കുന്ന റെക്കോർഡിന് ഉള്ളത്. ഇനി 1 മാർക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. 1 മാർക്ക് വൈവ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. എക്സാം നടക്കുന്ന സമയത്തായിരിക്കും ഇൻവിജിലേറ്റർ നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അതാണ് നമ്മുടെ വൈവ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് 1 മാർക്കും 2 മാർക്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ തന്നെ റെക്കോർഡിന് വേണ്ടിയിട്ടായിരിക്കും. ബാക്കി വരുന്ന മാർക്ക്, അതായത് ഏകദേശം 17 മാർക്കാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ ആ ലാബിന്റെ അകത്ത് കയറിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്തിട്ട് നിങ്ങൾ നേടാനായിട്ട് പോകുന്നത്. യെസ്, അപ്പം ഈ ഒരു 20 മാർക്ക് എന്തായാലും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ കുറെ കുട്ടികൾ പ്രാക്ടിക്കൽസിന് എന്തൊക്കെ വരും എന്നുള്ള ഒരു ഡൗട്ടിൽ ഇരിക്കുകയാണ് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഇത് നിങ്ങൾ എന്തായാലും ഓൾറെഡി ടീച്ചേഴ്സ് നിങ്ങളെ അറിയിച്ചിട്ടുണ്ടാവും, ഒരു മാനുവൽ ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരാൻ പോകുന്നത്, ഏതൊക്കെയായിരിക്കും ക്വസ്റ്റ്യൻസ് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ കൂടെ പഠിക്കുന്ന നിങ്ങൾക്ക് അറിയുന്ന എല്ലാ +2 വിദ്യാർത്ഥികൾക്കും ബയോളജി പ്രാക്ടിക്കൽ വരുന്നവർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, +2 ബോട്ടണി പ്രാക്ടിക്കൽസിലേക്ക് പോവാം അല്ലെ. അപ്പൊ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രാൻസ്ഫർ സെക്ഷൻ നിങ്ങൾക്ക് ഒരു സ്പെസിമെൻ എ തരും. ഈ സ്പെസിമെൻ എ എന്ന് പറയുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്പെസിമെൻ എ എന്ന് പറയുന്നത് ഇതിന്റെ ക്വസ്റ്റ്യൻ ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾ ചെയ്യുന്ന ഓർഡർ ചിലപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കണം നിർബന്ധമില്ല. കാരണം ഇപ്പോൾ ലാബിന്റെ അകത്ത് എനിക്ക് തോന്നുന്നു സുവോളജി ആണെങ്കിലും ബോട്ടണി ആണെങ്കിലും ലാബിന്റെ അകത്ത് ബാക്കി ക്വസ്റ്റ്യൻസ് അപ്പോൾ കുറച്ച് പേര് കുറച്ച് സെറ്റ് ഓഫ് കാര്യങ്ങൾ ചെയ്യുക, ബാക്കി കുറച്ച് പേര് കുറച്ച് ചെയ്യുക. അപ്പോൾ ഓർഡറിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ അതും കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ ഈ സ്പെസിമെന്റെ നമ്പർ ഒക്കെ മാറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് പോകും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എ ഏതാണ് ബി ഏതാണെന്ന് വീണ്ടും ക്രോസ് എല്ലാം ശരിയാക്കി എഴുതും. ക്വസ്റ്റ്യൻ നമ്പർ ഇടുന്നതിന് തെറ്റിക്കും, അതിൽ വരുന്ന സ്പെസിമെനിൽ ABCDEF അങ്ങനെയൊക്കെ ആയിരിക്കും, അത് തെറ്റിക്കും. പക്ഷെ എല്ലാം നിങ്ങൾ ശരിയാക്കി എഴുതി വെച്ചിട്ടുണ്ടാവും, അതിൽ കാര്യമില്ല. എന്ത് ചെയ്യണം, നിങ്ങൾ അവസാനം പേപ്പർ കൊടുക്കുന്നതിന് മുമ്പ് 1 or 2 തവണ ക്രോസ് ചെക്ക് ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യോ, നോക്കുക എ എന്ന് പറയുന്നത് ഇത് തന്നെയല്ലേ, ബി എന്ന് പറയുന്നത് ഇത് തന്നെയല്ലേ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്ത ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, പേപ്പർ കൊടുക്കാവൂ കേട്ടോ. അപ്പൊ ബോട്ടണിയിൽ മിസ് എനിക്ക് തോന്നുന്നു ഏകദേശം വൈവയും അതേപോലെ തന്നെ പ്രാക്ടിക്കൽ റെക്കോർഡും അല്ലാതെ 8 ക്വസ്റ്റ്യൻസ് ആണ് വരിക അല്ലെ. 8 ക്വസ്റ്റ്യൻസ് ആണ് ഏകദേശം ഉണ്ടാവുക അല്ലെ. 7 ക്വസ്റ്റ്യനും പിന്നെ ബാക്കി 2 അങ്ങനെയാണ് വരുന്നത്. യെസ്, അപ്പൊ എന്തായാലും ഇതിൽ ഈ പറയുന്ന പോലെ തന്നെ 3 നിങ്ങൾക്ക് ശരിക്കും സിലബസ് പ്രകാരം ഡൈക്കോട്ട് സ്റ്റെം, ഡൈക്കോട്ട് റൂട്ട്, മോണോക്കോട്ട് സ്റ്റെം, മോണോക്കോട്ട് റൂട്ട് ഇതിൽ ഏതും തരാമെന്നാണ്. പക്ഷെ യൂഷ്വലി സ്കൂളിൽ കൊടുക്കാറുള്ള ഡൈക്കോട്ട് സ്റ്റെമ്മും മോണോക്കോട്ട് റൂട്ടും ആണ് സാധാരണഗതിയിൽ കൊടുക്കാറുള്ളത്. പക്ഷെ സിലബസിൽ 4 പറയുന്നുണ്ട് കേട്ടോ, 4 പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തരാം. ഇതിന്റെ ഏതിന്റെ ആയിരിക്കും നിങ്ങൾക്ക് തരാം എന്നുള്ളത് നിങ്ങൾ നോക്കണം. അത് നോക്കിയ ശേഷം എന്ത് ചെയ്യണം, അതിന്റെ പ്രിപ്പറേഷന് മാത്രം ഉണ്ട് 2 മാർക്ക്. അപ്പൊ നിങ്ങൾ ആ കൃത്യമായിട്ട് വളരെ തിന്നായിട്ട് വേണം എന്ത് എടുക്കാനായിട്ട്, സെക്ഷൻസ് എടുക്കാനായിട്ട്. അതിന് എപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്, വളരെ ഫ്രഷ് ബ്ലേഡ് ഉപയോഗിക്കുക. ഫ്രഷ് ബ്ലേഡ് ഉപയോഗിക്കുക. അത് മാത്രമല്ല തിൻ സെക്ഷൻസ് കിട്ടിയിട്ട് മാത്രമേ കാര്യമുള്ളൂ, എന്നാലും നിങ്ങൾക്ക് സെൽസ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു നിങ്ങൾ ലാബിൽ കയറുന്ന സമയത്ത് തന്നെ 3 ബ്ലേഡെങ്കിലും പുതിയത് നിങ്ങൾ കൊണ്ടുപോകാൻ പാടുള്ളൂ. കാരണം നിങ്ങൾ വിചാരിക്കുക ഇതേ ബ്ലേഡ് തന്നെ ഉപയോഗിച്ചിട്ട് ആകെ ഒരു ഇപ്പോഴല്ലേ തുറന്നിട്ടുള്ളൂ, തൽക്കാലം ആന്തറിനെ വരുമ്പോൾ അതും തന്നെ എടുക്കാം, വേണ്ട. നിങ്ങൾ ആ ഒരു റിസ്കിന് നിൽക്കണ്ട. എന്റെ അഭിപ്രായത്തിൽ 2-3 ബ്ലേഡ് പുതിയതായിട്ട് തന്നെ നിങ്ങൾ കൊണ്ടുപോവുക, എന്നിട്ട് അത് ഉപയോഗിക്കുക. പക്ഷെ ഇവിടെയാണ് കുറെ പേര് കുടുങ്ങാൻ പോകുന്നത്. ഇപ്പൊ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ എല്ലാവരും പ്രാക്ടിക്കൽ അങ്ങനെ അടിപൊളിയായിട്ട് ചെയ്യുന്ന ആൾക്കാരല്ലായിരുന്നു. അതായത് കുറച്ച് പേര് കുറച്ച് ഉടായ്പ കളിക്കും, ഉഴപ്പും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ
അന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും, അതായത് നിങ്ങൾ ഈ പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത്, എക്സാം അല്ല ടീച്ചേഴ്സ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ വേറെ ആൾക്കാരെടുത്ത സെക്ഷൻസ് ഉണ്ടാവില്ലേ, ആ സെക്ഷൻസ് ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, അതായത് വാങ്ങി ടീച്ചേഴ്സിനെ തൽക്കാലം ബോധ്യപ്പെടുത്താനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ മോണോക്കോട്ട് സ്റ്റെമ്മോ റൂട്ടോ എന്തായാലും നിങ്ങൾക്ക് പറമ്പിൽ കിട്ടും. അപ്പൊ നിങ്ങൾ തലേ ദിവസം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് സെക്ഷൻസ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യാം. സെന്ററിലൊക്കെ നിങ്ങൾക്ക് എല്ലായിടത്തും കിട്ടുന്ന സാധനം. അപ്പൊ നിങ്ങൾ എടുത്തിട്ടൊന്ന് വീട്ടിൽ നിന്ന് വെറുതെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഇതിങ്ങനെ എടുത്ത് നോക്കാം. നിങ്ങൾക്ക് മൈക്രോസ്കോപ്പ് ഒന്നും ഇല്ല, തിന്നാണോ എന്ന് അറിയാൻ പറ്റില്ല, പക്ഷെ സെക്ഷൻസ് എടുക്കാലോ, സെക്ഷൻസ് എടുത്തൊരു പരിചയമാവും. അപ്പൊ അത് നിങ്ങളൊന്ന് വീട്ടിൽ നിന്ന് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഇതിൽ പ്രിപ്പറേഷൻ 2 മാർക്സും, ലേബിൾഡ് ആയിട്ട് ഡയഗ്രാം വരച്ചാൽ മാത്രം പോരാ, ലേബൽ ചെയ്യണം. എന്താണ് 1.5 മാർക്ക് ഉണ്ട് ഐഡന്റിഫൈ ചെയ്യുന്നതിന്. അതായത് മോണോക്കോട്ട് സ്റ്റെം ആണോ മോണോക്കോട്ട് റൂട്ട് ആണോ ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മക്കളെ ഈ പ്രിപ്പറേഷൻ വരുന്ന എന്താ, നമ്മുടെ സെക്ഷൻ വളരെ തിന്നായിരിക്കും, ഇല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പാടാണ്. അപ്പൊ ഐഡന്റിഫിക്കേഷൻ 1/2 മാർക്കും. എന്തുകൊണ്ട് ഐഡന്റിഫൈ ചെയ്തു, എന്തുകൊണ്ടാണ് അത് ഡൈക്കോട്ട് സ്റ്റെം ആണെങ്കിൽ നിങ്ങൾ അത് എന്തുകൊണ്ട് എഴുതി ഡൈക്കോട്ട് സ്റ്റെം ആണ്, എന്തുകൊണ്ട് അതിന്റെ മോണോക്കോട്ട് സ്റ്റെം എന്ന് പറഞ്ഞു, അതിനുള്ള റീസണും 2 മാർക്ക്. അപ്പൊ 6 മാർക്ക്, ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വൃത്തിയായിട്ട് നല്ല സെക്ഷൻ കിട്ടുന്നത് വരെ എടുത്തുകൊണ്ടിരിക്കുക എന്ന് കരുതി ഞാൻ ആദ്യം പറയാം, ഇതിന്റെ മുകളിൽ തന്നെ ഇരുന്ന് എന്താണ് ഉള്ള സമയം മുഴുവൻ ഇത് സെക്ഷൻ എടുക്കാനായിട്ട് ഇരിക്കണം എന്നല്ല, പക്ഷെ തിൻ സെക്ഷൻ കിട്ടുമോ എന്നുള്ളത് നോക്കുക. ഇനി സപ്പോസ് നിങ്ങൾ ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നല്ലൊരു സെക്ഷൻ കിട്ടാനായിട്ട് ട്രൈ ചെയ്യാം. അതായത് ആദ്യം ചെയ്തു പക്ഷെ സാറ്റിസ്ഫൈഡ് അല്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല എന്നാണെങ്കിൽ ബാക്കി ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യുക, ഒന്നുകൂടി സെഷൻ എടുക്കുക. ബാക്കിയുള്ളത് അത് സുവോളജിയിലാണെങ്കിലും ബോട്ടണിയിലാണെങ്കിലും എല്ലാ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് പിന്നെ നിങ്ങൾക്ക് ഒരു സംതൃപ്തി ഇല്ലാത്ത ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് വീണ്ടും സമയം കണ്ടെത്താം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ഐഡന്റിഫിക്കേഷൻ ആണ്. 2 മെറ്റീരിയൽസ് ഉണ്ടാവും, ബിയും സിയും. 2 മാർക്സ് ആണ്. നിങ്ങൾ തന്നിരിക്കുന്നതിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് എന്താണ് 2 എണ്ണം ഉണ്ട്, 1/2 × 2. അതായത് ഓരോന്നും ഐഡന്റിഫൈ ചെയ്യാൻ ബിക്ക് 1/2 സിക്ക് 1/2, അങ്ങനെ 1 മാർക്ക്. റീസൺ 2നും, എന്തുകൊണ്ട് ബി എന്ന് പറയുന്നത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു, എന്തുകൊണ്ട് സി ആയി എന്നുള്ളതിന് 1 മാർക്ക്. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഏതും തരാം, ഈ തന്നിട്ടുള്ള ഏത് സ്പെസിമെന്റും തരാം. ഒന്നുകിൽ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സ്പെസിമെൻസ് ആയിരിക്കും തരുന്നുണ്ടായിരിക്കുക, അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മാക്രോസ്കോപ്പിക് സ്പെൽത്ത് അഗാരിക്കസോ അതുമല്ലാന്നുണ്ടെങ്കിൽ ഫുനേറിയയുടെ ഗാമറ്റോഫൈറ്റ് വിത്ത് സ്പോറോഫൈറ്റോ ഏതും തരാം. പൈനസിന്റെ മെയിൽ കോൺ തരാം, പൈനസിന്റെ ഫീമെയിൽ കോൺ തരാം. അപ്പൊ ഇതിന്റെ ഒക്കെ വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, കാരണം അത് എഴുതാനായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടി, 2 മാർക്സ്. നിങ്ങൾക്ക് ആ ഒരു ബിയും സിയും അത് വെറുതെ ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യമുള്ളൂ, ആ റീസണും എഴുതിയാൽ മാർക്ക് കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൈറ്റോസിന്റെ സ്റ്റേജ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും ആക്ച്വലി ഇവിടെ നിങ്ങളൊന്ന് ടെൻഷൻ ആവുന്ന ഒരു സമയമാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ പൊതുവെ ടീച്ചേഴ്സ് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്കൊന്ന് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യാൻ കാണിച്ചു തരുന്ന സമയത്ത് ചില കുട്ടികൾ എന്ത് ചെയ്യുന്നറിയോ, അതായത് ചില ഐഡന്റിഫിക്കേഷൻ മാർക്സ് അതിന്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ ഒരു കളറിലാണ് വരുന്നത്, ആ ഒരു ഐഡന്റിഫൈ ചെയ്യാനുള്ള ചില കുറുക്ക് വഴികളൊക്കെ എഴുതി വെക്കും. കുറുക്ക് വഴികൾ വേണം എന്നുള്ളതല്ല, പക്ഷെ അതെങ്കിലും ചെയ്തു വെക്കും. ബാക്കിയുള്ള ആൾക്കാരോ വെറുതെ വന്നതാ ഇങ്ങനെ എത്തി നോക്കിയിട്ട് പോകും. അങ്ങനെയുള്ള ആൾക്കാർ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ. പക്ഷെ എക്സാമിന് വരുന്ന സമയത്ത് കൃത്യമായിട്ട് അതിലുണ്ടാവുന്ന മാറ്റം എന്താണ്. യൂഷ്വലി നിങ്ങൾക്ക് മൈറ്റോസിസിൽ പറയുന്ന പോലെ മെറ്റാഫേസിന്റെയും അനാഫേസിന്റെയും പെർമനന്റ് സ്ലൈഡ്സ് അല്ലേ കാണിക്കുന്നുണ്ടായിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും തരുന്നുണ്ടായിരിക്കാം. അപ്പൊ എന്താണ് മെറ്റാഫേസ് ആണോ അനാഫേസ് ആണോ എന്നുള്ളത് കൃത്യമായി നോക്കണം. നമ്മൾ ചിലപ്പോൾ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ മൊത്തത്തിൽ നമുക്ക് വെറുതെ ഒരു മാർക്ക് പോയി. അപ്പൊ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഏത് ഫേസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അതിനുള്ള റീസണും കൊടുക്കുക. അടുത്തത് ഫിസിയോളജിയുടെ എക്സ്പെരിമെന്റ് ആയിരിക്കും. ഈ പറയുന്ന പോലെ തന്നെ ഏതെങ്കിലും എക്സ്പെരിമെന്റ്സ് ആയിരിക്കും. ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് പേപ്പർ ക്രൊമാറ്റോഗ്രഫിയുടെ അതുമല്ലാന്നുണ്ടെങ്കിൽ സ്റ്റൊമാറ്റയുടെ ഡിസ്ട്രിബ്യൂഷനോ അങ്ങനെ ഏതെങ്കിലും അതിലേതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈസ്റ്റിന്റെ ഫെർമെന്റേഷൻ ഈസ്റ്റ് ഫെർമെന്റേഷൻ പ്രൊഡക്ഷൻ ഇതിൽ ഏതെങ്കിലും ഒക്കെ തരും. ഇതിൽ ഏതെങ്കിലും എക്സ്പെരിമെന്റ് തന്നിട്ട് നിങ്ങൾക്ക് ആകെ ചെയ്യാനുള്ളത് എന്താണ്, ആ എക്സ്പെരിമെന്റിന്റെ ലേബിൾഡ് ആയിട്ടുള്ള ഡയഗ്രാം നിങ്ങൾ വരയ്ക്കണം. അതുകൂടാതെ അതിന്റെ എയിം എഴുതണം. എയിമിന് 1/2 മാർക്ക് ഉണ്ട്. ഓക്കെ, 1/2 മാർക്കാണ് അതിന്റെ എയിം എഴുതാനായിട്ട്. അപ്പൊ അത് എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് ആ ഫിസിയോളജിയുടെ എക്സ്പെരിമെന്റ് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിട്ട് വേണം പോവാനായിട്ട്. അപ്പൊ ഈ എയിം എനിക്ക് തോന്നുന്നു ഇവര് റെക്കോർഡ് ഓൾറെഡി വരയ്ക്കുന്നുണ്ടല്ലോ. അപ്പൊ അതില് ഓൾറെഡി എക്സ്പെരിമെന്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ നിങ്ങൾ എന്തായാലും എഴുതിയിട്ടുണ്ടാവും. ആ എയിം വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഇതില് ഒന്ന് എഴുതി കൊടുക്കാനായിട്ട്. എന്തായാലും 1/2 മാർക്ക് ഇല്ലെങ്കിൽ പോയി പോകും. അതെ, അപ്പൊ പേപ്പർ ക്രൊമാറ്റോഗ്രഫി ഹൈഡ്രലിയുടെ എക്സ്പെരിമെന്റോ ഏത് വേണമെങ്കിലും തരാം. അപ്പൊ അത് തന്നു കഴിഞ്ഞാൽ ആ എല്ലാത്തിന്റെയും എയിമും അതിന്റെ ആ ഒരു ഡയഗ്രാം കൂടി പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്ലോറൽ വേൾഡ്.
ഇത് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സുഖമായി. നിങ്ങൾക്ക് ആക്ച്വലി ഒരൊറ്റ ഫാമിലിയെ പറ്റിയിട്ടേ പഠിക്കാനുള്ളൂ, പറ്റിയിട്ടേ പഠിക്കാനുള്ളൂ. അപ്പൊ സോൾനേസിയിലുള്ള ഏതെങ്കിലും ഈ പറയുന്ന പോലെ തന്നെ ഒരു ഫ്ലോറൽ വേൾഡ് നിങ്ങളടുത്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. ഇറ്റ് കുഡ് ഐദർ ബി എന്താ പറയാ കാലിക്സ് ആവാം, കൊറോള ആവാം, ഗൈനീഷ്യ ആവാം. അപ്പൊ അതിന്റെ ഏതെങ്കിലും ഇതിലെ ഈ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും 3 പോയിന്റ്സ് 3 ടെക്നിക്കൽ ടേംസ് നിങ്ങൾ എഴുതണം. ആ ടെക്നിക്കൽ ടേംസിനാണ് മാർക്ക്. ഓരോന്നിനും 1/2 മാർക്ക് വെച്ച് 1.5 മാർക്ക് വീതം. ഓക്കെ, അപ്പൊ ഏത് വേണമെങ്കിലും തരാം. അത് തന്നിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അതിന്റെ ഏതെങ്കിലും ഒരു ഫ്ലോറൽ വേൾഡിനെ ഡിസ്ക്രൈബ് ചെയ്യുക. വെറുതെ ഡിസ്ക്രൈബ് ചെയ്ത് ഇത് ഈ കളറാണ്, ആ കളറാണ്, നല്ല വലുതാണ്, ചെറുതാണെന്നൊന്നും നിങ്ങൾ എഴുതേണ്ടത് എന്താണ്, അതിന്റെ ടെക്നിക്കൽ ടേംസ് തന്നെ എഴുതണം. ഓക്കെ, അപ്പൊ അങ്ങനെ 1.5 മാർക്ക് അതിന്. അടുത്ത ക്വസ്റ്റൻ ആണ് എക്കോളജിക്കൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. എക്കോളജിക്കൽ ഇന്ററാക്ഷൻ നിങ്ങൾ ഈ പറയുന്ന പോലെ സ്പെസിമെൻ ജി ആയിരിക്കും. അതിൽ ഈ പറയുന്ന ലൈക്കൻ അല്ലെങ്കിൽ കസ്ക്യൂട്ടോ ലൊറാന്തസോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എപ്പിഫൈറ്റോ, യെസ്, ഏതെങ്കിലും ഒന്ന് ഈ പറയുന്ന പോലെ തരുന്നുണ്ടായിരിക്കും. ആ തന്നിട്ട് അത് ഏതാണ്, കമൻസാലിസം ആണോ, ആണോ, ഇന്ററാക്ഷൻ ആണ് എഴുതേണ്ടത്. ആ ഇന്ററാക്ഷൻ, അപ്പൊ എല്ലാ ഇന്ററാക്ഷൻസിന്റെയും എക്സാമ്പിൾസ് പഠിച്ചു പോവാട്ടോ. കാരണം ഇപ്പൊ ഏതെങ്കിലും ഒന്ന് തന്നു എന്നിട്ട് നിങ്ങൾ ഇന്ററാക്ഷൻ ചെയ്തിരുന്നു, 4 ഉണ്ടല്ലോ, ഇതിലേതാ അല്ലെ, അങ്ങനെ പറഞ്ഞ് ചിന്തിച്ചിരിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. സോ അത് കൃത്യമായിട്ട് പഠിച്ചു പോവാം. പാരസൈറ്റിസ് ആണോ കമൻസാലിസ് ആണോ ഇത് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ആ ഇന്ററാക്ഷന്റെ പേര് എഴുതുക, ഡിസ്ക്രിപ്ഷൻ അല്ല അതെന്താണെന്ന് എഴുതി വെച്ചാൽ മതി. എടാ നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷൻ എഴുതണം, റീസൺസ് എഴുതണം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ മാർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, 1 മാർക്കോ 1/2 മാർക്കോ ഒക്കെ ആണല്ലേ. അതിന് നിങ്ങളൊരു എസ് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. മാക്സിമം നിങ്ങൾ ഓരോന്നും ഒരു 2 to 3 പോയിന്റ്സ് അത്ര മാത്രമേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. യെസ്, അപ്പൊ അതിന് 2 മാർക്ക്. സത്യം പറഞ്ഞ ഇതൊക്കെ എന്ത് സുഖം നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്ക് അറിയാം ഇതിൽ ഏതെങ്കിലും ഒന്നേ തരുള്ളൂ. അതിൽ ആ ഒരു 4 എണ്ണത്തിന്റെ പേരും അതിന്റെ ഡിസ്ക്രിപ്ഷൻ പഠിച്ചാൽ കഴിഞ്ഞു, സുഖമായിട്ട് 2 മാർക്ക് കിട്ടി. എപ്പോ വേണമെങ്കിലും നിങ്ങളുടെ ലാബിൽ പോവാം, നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ഡൗട്ട് ചോദിക്കാം, ക്ലിയർ ചെയ്യാം. അതിനുള്ള സമയം നിങ്ങളുടെ മുന്നിലുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. 7th ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മുടെ ഏത് എച്ച് എന്ന് പറയുന്ന ആന്തറിന്റെ ക്രോസ് സെക്ഷൻ എടുക്കാനായിട്ട്. അപ്പൊ ആന്തറിന്റെ ക്രോസ് സെക്ഷൻ ഇതുപോലെ ശ്രദ്ധിക്കുക, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്ക്, ചെറിയ മാർക്കല്ല. പക്ഷെ ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെക്ഷൻ എടുക്കുന്നതിന് 1 മാർക്കും ബാക്കി നിങ്ങൾ ലേബിൾഡ് ആയിട്ടുള്ള ഡയഗ്രാം വരയ്ക്കുന്നതിനാണ് 2 മാർക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെക്ഷൻ എടുക്കാൻ കുറേ നേരം എന്ത് ചെയ്യരുത്, ഇങ്ങനെ അതിന്റെ മുകളിൽ തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, സമയം കളയാനായിട്ട് പാടില്ല. എടുക്കുന്ന സെക്ഷൻ വൃത്തിയായിട്ട് തിൻ സെക്ഷൻ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പക്ഷെ അതിന് ലേബിൾഡ് ആയിട്ടുള്ള ഡയഗ്രാം അതിൽ ഏതെങ്കിലും 3 പാർട്സ് എങ്കിലും ലേബിൾ ചെയ്യണം കേട്ടോ. ഏതെങ്കിലും 3 പാർട്സ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, ലേബിൾ ചെയ്തിട്ടുണ്ടാവണം. അതിന് മൊത്തത്തിൽ നിങ്ങൾക്ക് 3 മാർക്സ്. ഇതും വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, അപ്പൊ അങ്ങനെ ഓൾ ടുഗദർ അത് എത്ര മാർക്കാണ്, നമ്മൾ ഇപ്പൊ പറഞ്ഞ എക്സ്പെരിമെന്റിന് മാത്രം 17 മാർക്ക്. 17 മാർക്കിന്റെ, അതായത് മൊത്തം 7 ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ. നിങ്ങളിപ്പം നിങ്ങളെ സ്കീം ഓഫ് വർക്കിൽ നോക്കുമ്പോഴേ ശരിക്കും അതിൽ ഞാൻ കുറെ നേരമായി നോക്കുന്നത് എന്താണ് അവിടെ ഒരു പ്രശ്നം എന്ന്. അപ്പൊ നമ്പർ ഇട്ടതിൽ മാറ്റം 5 കഴിഞ്ഞ് 7 ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് 7 ക്വസ്റ്റ്യനേ വരുള്ളൂ, നിങ്ങൾക്ക് 8 ക്വസ്റ്റ്യൻസ് വരില്ല കേട്ടോ. അത് നിങ്ങൾ ആലോചിക്കാം, മിസ് 17 മാർക്കിൽ 6 മാർക്ക് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സെക്ഷനിങ്ങിന് കുറവ്, അതിൽ 3 മാർക്ക് ആന്തറിനും പോയി. അപ്പൊ സെക്ഷൻ എടുക്കുന്ന 2 എണ്ണത്തിനും കൂടി മൊത്തം 9 മാർക്കിന്റെ അടുത്ത്. ഓക്കെ, 9 മാർക്കിന് ബാക്കി 6 മാർക്കാണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ റെക്കോർഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 മാർക്സ് ഉണ്ടായിരിക്കും, വൈവയ്ക്ക് 1 മാർക്ക്, അങ്ങനെ മൊത്തം 20 മാർക്സ്. ഓക്കെ, ആ രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് സെക്ഷൻ എടുക്കുന്ന സമയത്ത് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഒന്ന് പഠിച്ചു പോയാൽ സുഖമായിട്ട് കിട്ടാവും. പഠിക്കാൻ എത്ര നേരം വേണമെന്നോ, ഈ ബോട്ടണി സുവോളജിയും കൂടി പോയ 1 to 1.5 hour. അത് 1.5 മണിക്കൂർ വേണമെന്ന് പറയാൻ കാരണം ചില കുട്ടികൾ ഇങ്ങനെ സ്ലോ ലേണേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് ഒരു പെർഫെക്ഷൻ വേണം. അങ്ങനെ വെച്ച് നോക്കുമ്പോഴാണ് 1.5 മണിക്കൂർ, ഇല്ലെങ്കിൽ 1 മണിക്കൂറേ വേണ്ടു നിങ്ങൾക്ക്. സുഖമായിട്ട് ഇത് പഠിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതിനാകെ ഞാൻ ഒന്നുകൂടി പറയാം, സെക്ഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതൊരു നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. ഒരു ബ്ലേഡ് കയ്യിലുണ്ടെങ്കിൽ ഈ സാധനം വെച്ച് ഇങ്ങനെ എടുത്ത് നോക്കാന്നുള്ള എപ്പോഴും ശ്രദ്ധിക്കുക. സെക്ഷൻ എടുക്കുന്ന സമയത്ത് കണ്ണിന്റെ നേരെ കുറച്ച് പാരലൽ ആയിട്ട് വെച്ചിട്ട് സെക്ഷൻ എടുക്കാൻ നോക്കുക. ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ എടുത്ത് കട്ടി കൂടും അല്ലേ, ആയിട്ടുള്ളതായിരിക്കും കിട്ടുക. കാരണം സെക്ഷനുള്ള ആ മാർക്ക് വെറുതെ നമ്മൾ കളയണ്ടല്ലോ. കാരണം സ്റ്റെയിൻ ഒക്കെ ചെയ്ത് ഇങ്ങനെ കട്ടി കളറായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കും, ഒന്നും വൃത്തിക്ക് കാണാനും പറ്റില്ല. അപ്പൊ ഇങ്ങനെ കണ്ണിന് പാരലൽ ആയിട്ട് നേരെ വെച്ച് നമ്മുടെ ബ്ലേഡും അതുപോലെ തന്നെ സ്പെസിമെനും രണ്ടും നേരെ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അത് മാത്രമല്ല വരുന്ന ഇൻവിജിലേറ്റർ എങ്ങനത്തെ ആളാന്ന് നമുക്ക് അറിയില്ല. ഇപ്പൊ ചിലപ്പം അവർ കണ്ടപാട് പറയുമായിരിക്കും ഇതൊന്നും ക്ലിയർ ആയിട്ടില്ല, ഒന്നും കൂടി എടുക്കൂ എന്ന് പറയാം. പക്ഷെ ചില ആൾക്കാർ അങ്ങനെയല്ല, അത് കണ്ടു ശരിയായിട്ടില്ലെങ്കിൽ അവരപ്പൊ തന്നെ നിങ്ങൾക്ക് വേണ്ട മാർക്ക് എന്താണോ അത് അവർ നിശ്ചയിക്കും. അപ്പൊ നിങ്ങൾക്കൊരു സെക്കൻഡ് ചാൻസ് അവർ തരുമോന്നൊന്നും പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോവാം. ഓക്കെ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോവാ. സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്തായാലും രണ്ടാമതൊന്നും കൂടി ചെയ്യാനും പറ്റുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വെക്കുക കേട്ടോ. സുവോളജിയുടെ പ്രാക്ടിക്കൽസ് ശരിക്കും പറഞ്ഞാൽ സുവോളജിയുടെ പ്രാക്ടിക്കൽസിൽ എനിക്ക് തോന്നുന്നു ഇപ്പം ബോട്ടണിയിൽ ആൻസർ ചെയ്യാനുണ്ട്, അതേപോലെ തന്നെ സെക്ഷനിങ് ഉണ്ട്. സുവോളജിയിൽ നമുക്ക് മൊത്തത്തിൽ ഒരു 3 എക്സ്പീരിമെന്റ്സ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, ആ 3 എക്സ്പീരിമെന്റ്സിന് പുറമേ ഉള്ളത് മുഴുവൻ എന്താ,
ഐഡന്റിഫിക്കേഷൻ, റീസൺ, അങ്ങനെ ആ ഒരു രീതിയിലാണ് സുവോളജിയുടെ പ്രാക്ടിക്കൽ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, അതായത് നമുക്ക് ഇൻവേർട്ടിബ്രേറ്റിനെ തരും. ഓക്കെ, ഇൻവേർട്ടിബ്രേറ്റ്സിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതൊന്നില്ലെങ്കിൽ ഹൈഡ്ര, ലിവർ ഫ്ലൂക്ക്, അസ്കാരിസ്, ലീച്ച്, എർത്ത് വർം, പ്രോൺ, സിൽക്ക് വർം, ഹണി ബി, സ്നെയിൽ, സ്റ്റാർഫിഷ്. ഓക്കെ, ഇതാ ഈ ഇൻവേർട്ടിബ്രേറ്റ്സിനെ ആയിരിക്കും അവർ തരുന്നുണ്ടാവുക. ചിലപ്പോൾ ഫോട്ടോഗ്രാഫ്സ് ആവാം, അല്ലെങ്കിൽ സ്പെസിമെൻ ആവാം. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഇൻവേർട്ടിബ്രേറ്റിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഐഡന്റിഫിക്കേഷന് വരുന്നത് 1/2 മാർക്കാണ്. ഓക്കെ, 1/2 മാർക്കാണ് ഐഡന്റിഫിക്കേഷന് വരുന്നത്. എന്നിട്ട് നിങ്ങൾ എന്ത് എഴുതണം? എന്തുകൊണ്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു? ആ ക്യാരക്ടർ എഴുതണം. ഒന്നില്ലെങ്കിൽ ഐഡന്റിഫൈങ് ക്യാരക്ടർ ആണ് വരുന്നത്. ഇനി അതല്ലെങ്കിൽ ചിലപ്പം ഇപ്പോൾ സിൽക്ക് വേമോ ഹണിബിക്കോ ആണെങ്കിൽ അതിന് നമുക്ക് എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് വരുന്നത് അല്ലെ. അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിന്റെ എന്ത് അഡാപ്റ്റേഷൻ ആയിരിക്കും എഴുതേണ്ടി വരുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾ ചെയ്യേണ്ടു. ഓക്കെ, ആ ഒരു റീസൺ എഴുതുന്നത് നിങ്ങൾക്ക് 1/2 മാർക്കാണ്. ഹാഫ് മൊത്തം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇൻവേർട്ടിബ്രേറ്റ് വന്നല്ലോ. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തുണ്ട്? വേർട്ടിബ്രേറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ വേർട്ടിബ്രേറ്റ്സിന് തരും ഷാർക്ക്, റോഹു, ഫ്രോഗ്, കെലോട്ടസ്, പീജിയൻ, റാബിറ്റ്. ഇതാണ് നമുക്ക് സിലബസിൽ കൊടുത്തിരിക്കുന്ന വേർട്ടിബ്രേറ്റ്സ്. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുന്നതിന് 1/2 മാർക്കും, അതേപോലെ തന്നെ യെസ് ക്യാരക്ടർ എഴുതുന്നതിന് എന്താണ് 1/2 മാർക്ക്. മൊത്തം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരു മാനുവൽ ഉണ്ടാവും. ആ മാനുവൽ വെച്ചിട്ടാണ് ഇപ്പൊ ബോട്ടണി ആണെങ്കിലും സുവോളജി ആണെങ്കിലും നിങ്ങൾ എഴുതേണ്ട റീസൺസ് ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നത്. അപ്പൊ അതില് ഇപ്പം ചിലതിന് എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണെങ്കിൽ ചിലതിന് ഐഡന്റിഫൈങ് ക്യാരക്ടർ ആയിരിക്കും. അപ്പൊ അതെന്താണ് ആ മാനുവലിൽ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റെക്കോർഡിൽ എന്താ എഴുതിയിരിക്കുന്നത്, അതിനനുസരിച്ചുള്ള പോയിന്റ്സ് ആണ് കൃത്യമായിട്ട് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ 1/2 മാർക്കേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് 2 പോയിന്റ് മതി അല്ലെ, അത്ര മതി, 2 3 പോയിന്റ്. ഇതിലിപ്പോ ഒരു റൈറ്റ് 1 ഐഡന്റിഫൈങ് ക്യാരക്ടർ എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അറിയുമെങ്കിൽ കൃത്യമായിട്ടുള്ള 2 പോയിന്റ്സ് എഴുതി വെക്കുക. ഓക്കെ, കാരണം ഇതിന് വലിയ സമയമൊന്നും പോയില്ല. ഒരു എക്സ്ട്രാ 1 പോയിന്റ് എഴുതാൻ പോയിട്ട് എന്റെ കുറെ സമയമൊന്നും പോകാൻ ഇതിൽ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? എഴുതുന്നത് നല്ല കൃത്യമായിട്ടുള്ള, ഇപ്പൊ എന്തെങ്കിലും ഒരു റാൻഡം ക്യാരക്ടർ എഴുതാതെ അതിന്റെ ഐഡന്റിഫൈങ് ഫീച്ചർ എന്താണെന്ന് തന്നെ എഴുതാൻ നിങ്ങൾ പഠിച്ചിട്ട് പോവാം. അങ്ങനെയാണ് മാർക്ക് ഷുവർ ആണ്. കാരണം ഒന്നാമത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ കൃത്യമായിട്ടൊരു ഒറ്റ പോയിന്റ് പഠിച്ചു പോകുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ആ 1 പോയിന്റ് മറന്നുപോയാൽ തന്നെ പോയി. അപ്പൊ ഒരു 2 to 3 പോയിന്റ്സ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് പോവാ. എഴുതുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ കൃത്യമായിട്ട് അറിയുന്നുണ്ടെങ്കിൽ 1 പോയിന്റ് എഴുതിക്കോ. പക്ഷെ പഠിക്കുമ്പോൾ എന്തായാലും ഒരു 2 to 3 പോയിന്റ്സ് പഠിക്കണം. ഓക്കെ, ഇനി അടുത്തതാണ് നമുക്ക് ടിഷ്യൂ തരും. ഓക്കെ, പെർമനന്റ് സ്ലൈഡ്സ് ആയിരിക്കും തരുന്നത്. അത് സ്ട്രയേറ്റഡ് മസിലിന്റെ ആവാം, നോൺ സ്ട്രയേറ്റഡ് മസിൽ ആവാം, അല്ലെങ്കിൽ കാർഡിയാക് മസിൽ ആവാം. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, പെർമനന്റ് സ്ലൈഡ് ആണ്. സ്ലൈഡ് നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ആ ടിഷ്യൂ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ഓക്കെ, യെസ്. അപ്പൊ ഐഡന്റിഫൈ ചെയ്തതിന് നിങ്ങൾക്ക് എത്ര മാർക്കാണ്? ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 1/2 മാർക്കാണ് വരുന്നത് കേട്ടോ. 1/2 മാർക്കാണ്. അതേപോലെ തന്നെ സ്കെച്ച് ആൻഡ് ലേബൽ പാർട്സ് ഐഡന്റിഫിക്കേഷന് 1/2 മാർക്ക് അല്ലേ? ഐഡന്റിഫിക്കേഷന് 1/2 മാർക്ക് അല്ല, 1 മാർക്കാണ്. കാരണം ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലെ, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആടാ. അപ്പൊ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് 1 മാർക്കാണ്. സ്കെച്ച് ആൻഡ് ലേബലിങ്ങിന് സ്കെച്ച് ചെയ്യുമ്പോൾ 1/2 മാർക്ക്, ലേബൽ ചെയ്യാൻ 1/2 മാർക്ക്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. സോ മനസ്സിലാക്കുക, വെറുതെ ഐഡന്റിഫൈ മാത്രം ചെയ്ത് വെക്കരുത്. തന്നിരിക്കുന്നത് ഏത് മസിൽ ടിഷ്യൂ ആണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് എനിക്ക് തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യനിൽ ഈ ഒരു എന്താ പറയുക ടിഷ്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതുക. സ്ട്രയേറ്റഡ് ആണെങ്കിൽ സ്ട്രയേറ്റഡ് എന്ന് എഴുതുക. എന്നിട്ടോ കൃത്യമായിട്ട് വരയ്ക്കുക. ഈ 3 മസിലും വരയ്ക്കുക ഈസി അല്ലേ? വളരെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഭയങ്കര നിങ്ങളൊരു പെർഫെക്റ്റ് വരയ്ക്കുന്ന ആളൊന്നും ആവണമെന്നില്ല. നിങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ വരച്ചു വെക്കുക. ആൻഡ് ലേബൽ ചെയ്യാൻ മറക്കരുത്. 2 പാർട്സ് ലേബൽ ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. 3rd ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് 2 മാർക്കിന്റെ ആണ്, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ല, മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അത് നമ്മുടെ സ്കീം ഓഫ് വർക്കിൽ ചെറിയൊരു എന്താ പറയുക തെറ്റ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇനി ഇതിനേക്കാൾ ഈസി നമ്മുടെ ശരീരത്തിലുള്ള കുറെ ഭാഗങ്ങളാണ് തന്നിരിക്കുന്നത്. ഓക്കെ, എന്താണ് ഐഡന്റിഫൈ ചെയ്യുക അല്ലെ? ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നെയിം ദ മാർക്ക് പാർട്ട് ആൻഡ് റൈറ്റ് 1 ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ എഴുതേണ്ട കാര്യമുള്ളൂ. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഇതിന്റെയൊക്കെ മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടൊക്കെ നമ്മുടെ ലാബില് ഈ അല്ലെ ചാർട്ടിന്റെ മേലെയുള്ള മോഡലോ അല്ലെങ്കിൽ അതല്ലെങ്കിൽ ഇതൊക്കെ കിട്ടും. നിങ്ങളെ ലാബിൽ തന്നെ മോഡലായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അല്ലെ? ഹാർട്ട്, ലങ്സ്, കിഡ്നി, ബ്രെയിൻ, ഐ, ഇയർ, ചാർട്ടിന്റെ മോഡൽ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന അങ്ങനെയുള്ള മോഡൽസ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ചില സ്ഥലത്തൊക്കെ നമ്മൾ കാണാറുണ്ട്, അല്ലാതെ തന്നെ ഒരു സിംഗിൾ മോഡലായിട്ട് തന്നെ ഉണ്ടാവാറുണ്ട്. അത് ഓരോ സ്കൂളിന്റെ ഫെസിലിറ്റി അനുസരിച്ചായിരിക്കും കേട്ടോ. യൂറിനറി സിസ്റ്റം അടക്കം ഇത്രയും മോഡൽസിൽ ഏത് വേണമെങ്കിലും അവർ വെക്കാം. ഓക്കെ, അപ്പൊ ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ടോ മാർക്ക് ചെയ്തിട്ടുള്ള പാർട്ട് ഏതാണെന്ന് മനസ്സിലാക്കണം.
യെസ്, ഒരു ഫിസിയോളജിക്കൽ ഫംഗ്ഷനും നിങ്ങൾ എഴുതണം. ഐഡന്റിഫിക്കേഷന് 1/2 മാർക്കാണ്. ഓക്കെ, ആൻഡ് ആ ഫംഗ്ഷൻ ഒക്കെ എഴുതുന്നതിന് മൊത്തം എത്രയാണ്? 1/2 മാർക്ക് അല്ലടാ, 4. ഓക്കെ, എത്ര മാർക്കാണ്? 1/2 മാർക്കാണ്. ഓക്കെ, അപ്പൊ 1/2 എത്രയാണ്? 1 മാർക്ക്. അപ്പൊ ഒറ്റ മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നു, മാർക്ക്ഡ് പാർട്ട് ഏതാണെന്ന് നെയിം ചെയ്യുന്നു, ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ എഴുതുന്നു. ആക്ച്വലി ഐഡന്റിഫൈ ആൻഡ് നെയിം ദ എന്ന് പറയുമ്പോൾ സെയിം ആണ്. അതായത് അവർ മാർക്ക് ചെയ്തിട്ടുള്ള പാർട്ട് ഏതാണെന്നാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് കേട്ടോ. അല്ലാതെ ഇത് പൊട്ടന്മാരല്ലല്ലോ, തന്നിരിക്കുന്നത് ഹാർട്ടാണോ കിഡ്നി ആണോ ലങ്സ് ആണോ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും, പണ്ട് മുതലേ പഠിക്കുന്നതാണ്. അപ്പൊ അതിൽ അവര് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പാർട്ട് ഏതാണെന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, യെസ്. അടുത്തത് നമ്മൾ ജോയിന്റ്സ് പഠിക്കുന്നുണ്ട് അല്ലെ. സൈനോവിയൽ ജോയിന്റ്സ് ആയിരിക്കും അവർ വെക്കുന്നുണ്ടാവുക. അതിൽ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആവാം, ഹിഞ്ച്, പിവോട്ട്, ഗ്ലൈഡിംഗ് ജോയിന്റ്, ഏത് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന ജോയിന്റ് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ 1/2 മാർക്ക്. അതിന്റെ സ്പെക്യുലാരിറ്റി എഴുതാനായിട്ട് എത്ര മാർക്കാണ്? 1/2 മാർക്കാണ്. അപ്പൊ മൊത്തം എത്ര മാർക്കായി? 1 മാർക്കായി. ഓക്കെ, 1 മാർക്കായി. ശരിക്കും നമുക്ക് സുവോളജിയിൽ മൊത്തം എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് അറിയോ? മൊത്തത്തിൽ 10 ക്വസ്റ്റ്യൻ ആടാ. അതിൽ 8 എണ്ണം ചെയ്യണം. 1 വൈവ, 1 പ്രാക്ടിക്കൽ റെക്കോർഡ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പം 5th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 6ാമത്തെ ക്വസ്റ്റ്യൻ. ഈ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കുറച്ചൊന്ന് എന്താ പറയാ, ഏത് വരും എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത ചോദ്യം ഇത് തന്നെയാണ്. കാരണം ഒന്നില്ലെങ്കിൽ നിങ്ങളോട് പറയൂ കോക്രോച്ചിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം വരയ്ക്കാൻ. സിലബസ് ഒഴിവാക്കിയതാണല്ലോ, അത് വിചാരിച്ച് വരില്ല എന്ന് വിചാരിക്കരുത് കേട്ടോ. കാരണം പ്രാക്ടിക്കൽ ഒഴിവാക്കി എന്ന് ഒഫീഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പം എന്താണ്, കോക്രോച്ചിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം വരും. ഇനി അതല്ലെങ്കിൽ ഫ്രോഗിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതായത് വിസറ ഓഫ് ഫ്രോഗ്. ഫ്രോഗിന്റെ ആവാം ചോദിക്കുന്നത്, കോക്രോച്ചിന്റെ ആവാം ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പം കോക്രോച്ചിന്റെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് മൊത്തം 4 ഭാഗങ്ങൾ, കോക്രോച്ചിന്റെ 4 പാർട്സ് ആണ് അവര് അടയാളപ്പെടുത്താനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ലേബൽ 4 പാർട്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രോഗിന്റെ ആണെങ്കിൽ മൊത്തം എന്താണ്, 4 പാർട്സ് ആണ് എന്താണ് ലേബൽ ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നിങ്ങൾ വരയ്ക്കുക, സ്കെച്ച് ചെയ്യുക. ഇതില് ഏത് സാധനം വരയ്ക്കുന്ന സമയത്ത് ഭംഗിയല്ല, നിങ്ങളത് വൃത്തിക്ക് കൃത്യമായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് വരച്ചാലേ നിങ്ങൾ വരയ്ക്കുക. അത് വൃത്തിയായിട്ട് വരയ്ക്കുക, കൃത്യമായിട്ടുള്ള ഭാഗങ്ങൾ ലേബൽ ചെയ്യുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരയ്ക്കുന്നതിന് മാർക്ക് കിട്ടും കേട്ടോ. യെസ്. ഇനി ഇതിൽ തന്നെ വീണ്ടും ഒരു ചോദ്യം. ഈ 2 എണ്ണം അല്ല വന്നിരിക്കുന്നതെങ്കിൽ ഉറപ്പിച്ചോ, എവല്യൂഷനിൽ നിന്നുള്ള അനലോഗസ് അല്ലെങ്കിൽ ഹോമോലോഗസ് ഓർഗൻസിനെയാണ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് തരുന്നത്. ഫോട്ടോഗ്രാഫ്സ് ആയിരിക്കും, ഫോട്ടോഗ്രാഫ്സ് ആണ് തരുന്നത്. എന്നിട്ട് അത് എന്തൊക്കെയാവാം? വേർട്ടിബ്രേറ്റ് ഹാർട്ട്, വേർട്ടിബ്രേറ്റ് ബ്രെയിൻ, 4 limb ഓഫ് വെയിൽ, 4 limb ഓഫ് ചീട്ട, വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് വിങ്സ് ഓഫ് ബേർഡ്സ്. അപ്പം നിങ്ങൾ കുറെ എക്സാമ്പിൾസ് ഓൾറെഡി പഠിച്ചല്ലോ. ഹോമോലോഗസ് ഏതാ, അനലോഗസ് ഏതാന്ന് അറിയാലോ. അപ്പൊ തന്നിരിക്കുന്നത് ഹോമോലോഗസിന്റെ എക്സാമ്പിൾ ആണോ അനലോഗസ് എക്സാമ്പിൾ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ കൂടെ എവല്യൂഷണറി ഇമ്പോർട്ടൻസ് എഴുതുക. ഓക്കെ, ഇത് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യനാ? 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഐഡന്റിഫിക്കേഷന് മാത്രം 2 മാർക്ക്, എവല്യൂഷണറി ഇമ്പോർട്ടൻസ് എഴുതുന്നതിന് 1 മാർക്കാ വരുന്നത്. എനിക്ക് തോന്നുന്നു അധികവും അവർക്ക് ഈ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം വരയ്ക്കാൻ തന്നെയായിരിക്കും. ഫ്രോഗ് ഓർ കോക്രോച്ചിൽ നിന്ന് തന്നെ ചോദ്യം വരാനുള്ള ചാൻസ് ആണ്. അപ്പൊ വരയ്ക്കാൻ പഠിക്കുക, പാർട്സ് ലേബൽ ചെയ്യാൻ 4 എണ്ണം പഠിക്കുക കേട്ടോ. ഓക്കെ, 6th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്തത് 7ാമത്തെ ചോദ്യം. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള ഭാഗം. ഇത്രയും നേരം നിങ്ങൾ വെറുതെ ഇങ്ങനെ ലൈനിൽ നീങ്ങും, ഒന്ന് കണ്ടു, നോക്കുക, എഴുതുക, കഴിഞ്ഞു. ഇനി ടെസ്റ്റ് ചെയ്യണം അല്ലെ. ഗ്ലൂക്കോസിന്റെ, സ്റ്റാർച്ചിന്റെ, പ്രോട്ടീനിന്റെ 3 വരില്ല. ഏതെങ്കിലും ഒരു ടെസ്റ്റേ വരും. ഒന്നില്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ ടെസ്റ്റ്, അല്ലെങ്കിൽ സ്റ്റാർച്ച്, അല്ലെങ്കിൽ പ്രോട്ടീൻ. അപ്പൊ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യണം. ചെയ്യാൻ വരുന്നത് എത്ര മാർക്കാണ്? 1 മാർക്കാണ്. പ്രൊസീജിയർ എഴുതി വെക്കണം. അതിന് വരുന്നത് എത്രയാണ്? 1/2 മാർക്കാണ്. റിസൾട്ട് എത്ര മാർക്കാണ്? 1/2 മാർക്കാണ്. അതായത് നിങ്ങൾ ആദ്യം എക്സ്പെരിമെന്റ് വൃത്തിയായിട്ട് ചെയ്യുക. ഇപ്പൊ ഇവിടെ ഓൾറെഡി ടീച്ചേഴ്സ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ആ സ്റ്റെപ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. ഏതൊക്കെ സൊല്യൂഷൻ ആണ് എടുത്തൊഴിക്കേണ്ടത് അല്ലെ, ഏതൊക്കെ റിയേജന്റ് ആണ് ഉപയോഗിക്കുന്നത്, ആ സ്റ്റെപ്സ് എന്താ, ഇനി ഹീറ്റ് ചെയ്യണോ വേണ്ടയോ, ഈ കാര്യങ്ങൾ അറിയാലോ. ഗ്ലൂക്കോസിന് ഹീറ്റ് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെച്ച് പോയിക്കോളുക. ഓക്കെ, അതുപോലെ 2 സാമ്പിൾ സൊല്യൂഷൻസ് തരും, എയും ബിയും തരും. അതിലേതെങ്കിലും ഒന്നിൽ മാത്രമേ ഈ പറയുന്ന സാധനത്തിന്റെ പ്രസൻസ് ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ഏതാന്ന് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് ടീച്ചേഴ്സിനെ വിളിച്ച് കാണിച്ചു കൊടുക്കണം അല്ലെ. ഓക്കെ, എന്നിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പ്രൊസീജിയർ എഴുതി വെക്കുക. റിസൾട്ട് എഴുതി വെക്കുമ്പോൾ കിട്ടിയത് സാമ്പിൾ എ ആയിരിക്കും, എഴുതുമ്പോഴോ സാമ്പിൾ ബിയിൽ ഗ്ലൂക്കോസിന്റെ പ്രസൻസ് ഉണ്ട്, തെറ്റും. ഓക്കെ, അപ്പൊ അവിടെ ഒന്ന് എന്ത് ചെയ്യാം, ശ്രദ്ധിക്കാം. ഓക്കെ, യെസ്. അടുത്തത് 8ാമത്തത്
ബ്ലഡ് സ്മിയർ അല്ലെങ്കിൽ ചീക്ക് എപ്പിത്തീലിയം, രണ്ടിൽ ഏതെങ്കിലും ഒന്നേ വരും. ഒന്നില്ലെങ്കിൽ ബ്ലഡ് സെൽസ് കറക്റ്റ് ആയിട്ട് സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ചീക്ക് എപ്പിത്തീലിയം ആയിരിക്കും നിങ്ങൾക്ക് എന്താണ് ആ ഒരു സ്ലൈഡ് പ്രിപ്പറേഷന് വരുന്നത് കേട്ടോ. അപ്പൊ സ്ലൈഡ് പ്രിപ്പറേഷന് എത്ര മാർക്കാണ്? 1 മാർക്കാ വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പം സ്കെച്ച് ചെയ്തിട്ട് ലേബൽ ചെയ്യണം. ഇപ്പൊ ബ്ലഡ് സ്മിയർ ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താ RBC ഉണ്ട്, WBC ഉണ്ട് അല്ലെ. അപ്പം ഒന്നില്ലെങ്കിൽ RBC എന്ത് ചെയ്യുക, വരയ്ക്കുക, അടയാളപ്പെടുത്തുക, അല്ലെങ്കിൽ 2 WBC എന്തായാലും വരയ്ക്കുക, അടയാളപ്പെടുത്തുക കേട്ടോ. ഓക്കെ, 1 എന്ന് ചോദിച്ചാൽ 1 ചെയ്താൽ മതി. 1 എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഒരു RBC ഒരു WBC അല്ലെങ്കിൽ 2 WBC, ആ രീതിയിലായിരിക്കും അവർ ചെയ്യാൻ പറയാ. ഓക്കെ, അപ്പൊ അതിന് എത്ര മാർക്കാണ്? സ്കെച്ച് ചെയ്യാനും ലേബൽ ചെയ്യാനും കൂടി 1 മാർക്കാണ് വരുന്നത് കേട്ടോ. രണ്ടും കൂടി 1 മാർക്കാണ്, ഹാഫ് ഈച്ച്. ഓക്കെ, അപ്പൊ 2 മാർക്കിന്റെ ക്വസ്റ്റ്യനാ. ഇപ്പൊ ചീക്ക് എപ്പിത്തീലിയം ആണെങ്കിൽ ഒരൊറ്റ ചീക്ക് സെല്ലാണ് വരയ്ക്കേണ്ടതും അടയാളപ്പെടുത്തേണ്ടതും. ഓക്കെ, സെറ്റ് ആയല്ലോ? യെസ്, 1 പാർട്ടേ അടയാളപ്പെടുത്താൻ പറയുന്നുള്ളൂ ചീക്കിന്റെ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ 8ാമത്തത്. ഇതൊക്കെ ചെയ്യാൻ എത്ര സമയം വേണമെന്നാ? ഇത് കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പൊ നിങ്ങൾ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാനൊക്കെ വൃത്തിക്ക് ചെയ്യുക, വൃത്തിക്ക് സ്റ്റെപ്സ് ഓർത്ത് വെച്ചിട്ട് വേണം പോവാൻ. ഏതാണ് നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്നത്, സ്റ്റെയിൻ ഏത് യൂസ് ചെയ്യുന്നു, അതിപ്പോ ആൻസറിലാണെങ്കിലും അല്ലെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഈ ടൈം ഒക്കെ വളരെ ഇമ്പോർട്ടന്റ്. ആൻസറിന് സ്റ്റെയിനിങ് ഇല്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നോക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഈ പറയുന്ന സ്റ്റെയിനിങ് ഒക്കെ അത് കൃത്യമായിട്ട് ചില സമയത്തൊക്കെ നമ്മൾ ഓവർ സ്റ്റെയിൻഡ് ആയപ്പോൾ ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ വളരെയധികം ശ്രദ്ധിച്ച് സമയം മാനേജ് ചെയ്തുകൊണ്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് 9th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ഫോട്ടോഗ്രാഫ്സ് ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ സ്പെസിമെൻ. ഇപ്പൊ അസ്കാരിസിന്റെ ഒക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെയാണോ വെക്കുക എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും അസ്കാരിസ്, എൻറ്റമീബ, പ്ലാസ്മോഡിയം, റിംഗ്വർം, ഇതിൽ ഏതെങ്കിലും ഒരു പാത്തജനെ ആയിരിക്കും അവർ വെക്കുന്നുണ്ടാവുക കേട്ടോ. എന്നിട്ട് നിങ്ങളോട് പറയും ഡിസീസ് ഏതാണ്, അതായത് ആ ഒരു പാത്തജൻ ഉണ്ടാക്കുന്ന രോഗം ഏതാണ്, അതിന്റെ സിംറ്റം എഴുതാൻ പറയുന്നു. ഓക്കെ, അപ്പൊ ഐഡന്റിഫൈ ചെയ്യുക, അതുപോലെ തന്നെ സിംറ്റം എഴുതുക. അപ്പൊ മൊത്തം എത്ര മാർക്കായി? 2 മാർക്കായി. ഓക്കെ, അപ്പൊ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ സിംറ്റംസ് കൃത്യമായിട്ട് പഠിച്ചു വെച്ച് പോയിക്കോളൂ. ഇതാണ് 9th ക്വസ്റ്റ്യൻ. ഇനി 10ാമത് നമ്മുടെ ലാസ്റ്റ് സുവോളജിയിലെ ചോദ്യം. ഇത് കുറെ ഉണ്ട് തോന്നുന്നുണ്ടോ? കുറെ ഉണ്ട് അല്ലേ? 10 ക്വസ്റ്റ്യൻ ഉണ്ട്. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ 8ഉം 2ഉം ആണെന്ന് വിചാരിച്ചു. ഞാൻ കണ്ടത് പ്രകാരം പിന്നെ ഞാൻ എന്റെ മെമ്മറിയുടെ അല്ല, ഞാൻ ബോട്ടണിയായിട്ട് കമ്പയർ ചെയ്തപ്പോ ഞാൻ വിചാരിച്ചു നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടുതലാണല്ലോ എന്ന് വിചാരിച്ചു. കുറെ കൂടുതലാണല്ലേ? അപ്പൊ നമുക്ക് മൊത്തം ഇടാൻ 12 ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. അതില് 10 എണ്ണം ചെയ്യാനുള്ളതാ. 1 വൈവ, 1 പ്രാക്ടിക്കൽ റെക്കോർഡ്. അടിപൊളി. ഓക്കെ, അപ്പൊ ഇതിലെന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെർമനന്റ് സ്ലൈഡ്സ് ആയിരിക്കും തരുന്നത്. ഒന്നില്ലെങ്കിൽ ടെസ്റ്റസിന്റെ TS അല്ലെങ്കിൽ ഓവറി, അതും അല്ലെങ്കിൽ ബ്ലാസ്റ്റുല. ഇനി പെർമനന്റ് സ്ലൈഡ് ഇല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ് ആയിരിക്കും വെക്കുന്നത്. അപ്പൊ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചോളുക. ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര മാർക്കാണ്? 1/2 മാർക്കാണ്. ആൻഡ് സ്കെച്ച് ആൻഡ് ലേബലിന് 2ഉം കൂടി എനിക്ക് തോന്നുന്നു 1.5 മാർക്കാണ്. 1.5 മാർക്ക് ഇവിടെ പോയി. ഓക്കെ, 1.5 മാർക്കാണ്. സ്കെച്ച് ചെയ്യാൻ 1 മാർക്കും ലേബൽ ചെയ്യാൻ 1/2 മാർക്കും ആയിരിക്കും. ഒരൊറ്റ പാർട്ടേ ലേബൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സുവോളജി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 17 മാർക്സ്. എക്സ്പെരിമെന്റ്സിന് മൊത്തമായിട്ട് 17 മാർക്സ് ഉണ്ടാവും. വൈവ ഇതേപോലെ തന്നെ ബോട്ടിയിലെ പോലെ തന്നെ 1 മാർക്ക്, പ്രാക്ടിക്കൽ റെക്കോർഡ് 2 മാർക്സ്, അങ്ങനെ മൊത്തം 20 മാർക്സ്. അപ്പൊ 40 മാർക്ക് നമുക്ക് പ്രാക്ടിക്കലിന് മാത്രം വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടാവുന്നതാണ് പ്രാക്ടിക്കലിന്റെ മാർക്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചപ്പോ ഈ പറഞ്ഞ പോലെ വളരെ കുറച്ച് സമയം മതി. കാരണം നമുക്ക് അറിയാം ഇതൊന്നൊക്കെ ചോദിക്കുള്ളൂ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മാത്രം പഠിച്ച് കൃത്യമായിട്ട് പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവര് നെർവസ് ആവുന്ന നിമിഷം എന്താന്ന് വെച്ചാലേ, അതായത് ചിലപ്പോൾ നിങ്ങൾ അവിടുന്ന് തന്നെ ടീച്ചേഴ്സ് മാർക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് അറിയാൻ പറ്റുമായിരിക്കും. അപ്പം മുന്നിൽ പോകുന്ന കുട്ടികൾക്ക് 20 കണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് 18 എന്ന് വരുമ്പോഴേ, അതായത് അപ്പോഴാണ് നമുക്ക് ടെൻഷൻ ആവുക. അതായത് ഭൂരിഭാഗം കുട്ടികൾക്ക് ഫുൾ മാർക്ക് കിട്ടും അല്ലെ? അതാണ് ഈ പ്രാക്ടിക്കലിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നിങ്ങൾക്ക് അത്രയ്ക്ക് 1/2 മാർക്കോ 1 മാർക്കോ 2 മാർക്കോ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ ഇരിപ്പോണ്ടായിരിക്കും. അപ്പം അത് വേണ്ട അല്ലെ, അതിനുള്ള പണി വെക്കണ്ട. അപ്പൊ കൃത്യമായി ടൈം മാനേജ് ചെയ്തുകൊണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ചിലപ്പോ നേരത്തെ പറഞ്ഞ സെക്ഷൻ എടുക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ തന്നെ ഇരിക്കാൻ പാടില്ല. നല്ലത് കിട്ടട്ടെ എന്ന് പറഞ്ഞ് കുറെ സമയം കളയരുത്. എടുക്കുക, ഉള്ളത് നല്ലതായിട്ടുള്ള ഒരെണ്ണം വെക്കുക, ബാക്കിയുള്ളത് ചെയ്യുക, തിരിച്ചു വരിക, എന്നിട്ട് വീണ്ടും സെക്ഷൻ എടുക്കാനായിട്ടിരിക്കുക. നല്ല സെക്ഷൻ കിട്ടിയ ശേഷം കാണിച്ചു കൊടുക്കുക ടീച്ചർക്ക്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ടൈം മാനേജ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് എന്ന് നമുക്ക് തന്നെ ഉറപ്പുണ്ട് അല്ലെ? അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ കണ്ടു ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യാ, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും പ്രാക്ടിക്കൽ
എന്താ പറയാ പഠിക്കട്ടെ അല്ലെ. അപ്പൊ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് നമ്മൾ എന്താ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ ഇനി പറയും. നിങ്ങളുടെ എക്സാമിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ചാനലിൽ വരുന്നതായിരിക്കും. ആൻഡ് അത് കൂടാതെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ സുവോളജിയിൽ നിന്നും ബോട്ടണിയിൽ നിന്നുള്ള ചില എക്സ്പെരിമെന്റുകൾ ഉണ്ടല്ലോ, അതിന്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ടാവും. അപ്പൊ അത് വെയിറ്റ് ചെയ്യുക. അത് കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ഐക്കൺ ഓൺ ആക്കി വെക്കുക അല്ലെ. അപ്പൊ ആ വീഡിയോസ് നിങ്ങൾ മറക്കാതെ കാണുക, എക്സാം പോണതിന്റെ മുന്നേ കാണുക കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.